നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. കാസർഗോഡ് പൊയ്നാച്ചിയിൽ ദമ്പതികളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് പറമ്പ സ്വദേശികളായ വേണുഗോപാൽ, സ്മിത എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഇവരുടെ ഏക മകനും ഒരു വർഷം മുമ്പ് മരിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ 29-നായിരുന്നു റാപ്പറായിട്ടുള്ള വേടൻ്റെ ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മടങ്ങവേ ട്രെയിൻ തട്ടിയാണ് ഇവരുടെ ഏക മകൻ മരിച്ചത്. 19 വയസ്സ് മാത്രമായിരുന്നു ആ മകൻ്റെ പ്രായം. അങ്ങനെ ഒരു വർഷം കഴിയുമ്പോഴാണ് ആ മാതാപിതാക്കളും മകൻ്റെ മരണത്തിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. മകൻ്റെ മരണത്തിലുണ്ടായ മാനസിക വിഷമം അത് കുറേ കാലങ്ങളായിട്ട് ഇവരെ അലട്ടുകയായിരുന്നു. മറ്റ് സംസാരിക്കാനും അല്ലെങ്കിൽ ഇവർക്കൊരു ആശ്വാസമാകാനും തുണയായിട്ടൊന്നും തന്നെ ആരുമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഈ മാനസിക വിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് നിഗമനം. വേണുവിൻ്റെയും സ്മിതയുടെയും മകൻ ശിവാനന്ദ് ഡിസംബർ 29-നാണ് ബേക്കൽ ബീച്ച് ഫെസ്റ്റിൽ വേടൻ്റെ സംഗീത പരിപാടി കണ്ട് മടങ്ങി വരുന്നതിനിടെ ട്രെയിൻ തട്ടി മരിച്ചിരുന്നത്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു ശിവാനന്ദ്. ഇതിനുശേഷമാണ് മാനസികമായി ഇരുവരും ഏറെ വിഷമത്തിലായിരുന്നു എന്നാണ് വിവരം. വീട്ടിൽ നിന്ന് ആത്മഹത്യ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ഏക മകൻ നഷ്ടപ്പെട്ടതിനാൽ ഇനി ജീവിക്കുന്നില്ലെന്നാണ് ആത്മഹത്യ കുറിപ്പിലുള്ളത്. അതായത് മറ്റുള്ള റീസൺ ഒന്നുമല്ല, മകൻ്റെ വേർപാട് തന്നെയാണ് ഈ മാതാപിതാക്കളെ അലട്ടിയിരുന്നത്. അതിൻ്റെ ഒരു ദുഃഖത്തിലാണ് മരിച്ചിരിക്കുന്നത്. മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായത്താൽ ഇവർ തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇതിനിടെയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 10 മണിയോടെ വീടിൻ്റെ ഹാളിൽ ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ ബന്ധുക്കൾ കാണുകയായിരുന്നു. മേൽപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഫോണോ മറ്റോ വിളിച്ചപ്പോൾ എടുക്കാതിരുന്നപ്പോഴായിരിക്കാം ബന്ധുക്കൾ നേരിട്ട് വന്ന് അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ മറ്റുള്ള തരത്തിലുള്ള അസ്വാഭാവികമായ ഒന്നും തന്നെയില്ല. ആത്മഹത്യക്കുറിപ്പിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മകൻ്റെ വേർപാട് തന്നെയാണ് ഈ ആത്മഹത്യക്ക് പിന്നിൽ എന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു രക്ഷിതാക്കളെ സംബന്ധിച്ചും അവർക്ക് താങ്ങാൻ സാധിക്കുന്നതല്ല അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കളുടെ മരണം കാണുക, കേൾക്കുക എന്ന് പറയുന്നത്. അങ്ങനെ മരിച്ചിട്ടും ഒരുപാട് മാതാപിതാക്കൾ മനഃശക്തി വീണ്ടെടുത്ത് ഇവിടെ ജീവിക്കുന്നവരുണ്ട്. ആ ഒരു മക്കളുടെ ഓർമ്മയിൽ തീർച്ചയായിട്ടും ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു അവസ്ഥ വരരുത് എന്ന് മാത്രമാണ് എല്ലാവർക്കും ആഗ്രഹം. ഏതായാലും ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കി ഇനി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ്.